ശരിക്കും ഞാൻ ഏകദേശം ഒരു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഓടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പനെങ്കിലും ടി വി വെക്കുന്ന സമയത്ത് അവിടെ ഹുസൈൻ ബോൾട്ട് ഓടുന്ന ഒരു ഓട്ടം കാണിച്ചു. അപ്പൊ നമുക്ക് ഇതുപോലെ ആവേണ്ടത് ചോദിക്കാം. നമ്മൾ ആദ്യമായിട്ട് ട്രെയിനിങ്ങിന് തുടങ്ങിയ സമയത്ത് നമുക്ക് ഷൂ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് വെറും കാലിൽ ഓടിക്കൊണ്ട് നമുക്ക് അതായിരുന്നു ഏറ്റവും കംഫർട്ട്. നമുക്ക് അത്ലറ്റിക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മള് എത്രത്തോളം ഇതിനെ മറ്റെന്തിനേക്കാളും കൂടുതൽ സ്നേഹിക്കും അതുപോലെ തിരിച്ചരക്കി തരും. പക്ഷെ സമയമെടുക്കും. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫാക്ടറാണ് ഇതിൻ്റെ അകത്ത്. നമ്മൾ അവിടെ പിടിച്ചു കയറണോട്ടായിരിക്കും നമ്മൾ പിടിക്കും. ഇത് എല്ലായിടത്തും ഇത് ഇടും. നമ്മുടെ അച്ഛനെടുത്ത് പറയാതെ ഒരു പ്രത്യേക അനുഗ്രഹം മാതാവിന്റെ ആ ഒരു കാര്യത്തില്. പിന്നെ താൻ പാതി ദൈവം പാതി എന്നാണ്. വളരെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് ഞാനിവിടെ ആയിരിക്കുന്നത്. നമ്മളെല്ലാവരും സ്പോർട്സ് ഫോളോ ചെയ്യാറുണ്ടോ? എന്നെ സംബന്ധിച്ച് അത്ലറ്റിക്സ് നന്നായി ഫോളോ ചെയ്യും. അതിപ്പോ സ്റ്റേറ്റ് മീറ്റ് ആയാലും നാഷണൽ മീറ്റ് ആയാലും ഏഷ്യൻ ഗെയിംസ് ആയാലും ഒളിമ്പിക്സ് ആയാലും സാധിക്കുന്നതൊക്കെ ഞാൻ ലൈവ് കാണാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ സ്പോർട്സ് മീറ്റ് ഫോളോ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഒരു ഹാപ്പി മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രൈസ് വിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പ്രൈസ് റിസീവ് ചെയ്യാൻ വേണ്ടി മെഡലിസ്റ്റുകൾ നമ്മുടെ പോഡിയത്തിൽ കയറി നിൽക്കും. ആ പോഡിയത്തിൽ കയറി അവർ നിൽക്കുമ്പോൾ അവർ റെപ്രസെന്റ് ചെയ്യുന്ന കൺട്രിയുടെ ഫ്ലാഗ് അവരവിടെ ലിഫ്റ്റ് ചെയ്യും, ആ നാഷണൽ ആന്തം പ്ലേ ചെയ്യും. അപ്പൊ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, എനിക്കും ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ സ്വന്തമാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഡ്രീം ചെയ്തിട്ടുണ്ട്. സ്വപ്നം കാണാൻ എല്ലാവർക്കും സാധിക്കും, പക്ഷെ അത് ജീവിച്ച് കാണിക്കാൻ അത്ര എളുപ്പമല്ല. ഇതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ അഭിമാനത്തോടുകൂടി ഈ സ്വപ്നങ്ങളെല്ലാം ജീവിച്ച് കാണിച്ച ഒരു പെൺകുട്ടിയുടെ കൂടെയാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. വലപ്പാട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വന്ന് തൃശ്ശൂരിന്റെ സ്വകാര്യ അഹങ്കാരമായി മാറി കേരളത്തിന്റെ അഭിമാനമായി ഇന്ത്യയുടെ വെള്ളി തിളക്കമാർന്ന ദ വെരി യങ് ആൻഡ് ടാലന്റഡ് 2022 ഏഷ്യൻ ഗെയിംസ് സിൽവർ മെഡലിസ്റ്റ് ആൻസി സോജൻ എന്ന് വളരെ സ്നേഹത്തോടു കൂടി മീഡിയ കത്തോലിക്കയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻസി, എന്ത് തോന്നുന്നു? ആൻസി പഠിക്കുന്ന കോളേജാണ് ഇത്, സെന്റ് തോമസ് കോളേജ്. അവിടെ ഇരുന്ന ഒരു ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം. ഈ ഒരു കോളേജിൽ വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്ന ഒരു സ്ഥലം. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. അച്ചീവ്മെന്റ് നേടാൻ പറ്റി. അത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് നേടാൻ പറ്റി. കാരണം യൂണിവേഴ്സിറ്റി മീറ്റുകളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ക്യാമ്പില് പോയിരുന്നുകൊണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വലിയൊരു അച്ചീവ്മെന്റ് നേടിക്കൊടുക്കാൻ പറ്റി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ കോളേജിൽ പഠിക്കുമ്പോൾ എന്തായാലും കോളേജിലെ ഫ്രണ്ട്സും ഫാക്കൽറ്റീസും ഒക്കെ ഈ ഒരു വിജയത്തില് ഒത്തിരി കാലം സന്തോഷിക്കുന്നുണ്ടാവും. എന്ത് തോന്നി കോളേജിനെ സംബന്ധിച്ച് സപ്പോർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ? കോളേജിന്റെ സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഗ്രേറ്റ് പാർട്ടാണ്. എനിക്ക് സ്റ്റഡീസ് ആണെങ്കിലും മറ്റ് സ്പോർട്സിന്റെ കാര്യമാണെങ്കിലും ഇവിടെ PT സാർ ആണെങ്കിലും നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛനാണെങ്കിലും ക്ലാസ് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ഒരു കാര്യത്തെ കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോ അത് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സപ്പോർട്ട് ചെയ്ത് ഇത്ര പേര് നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, ഞാൻ കോളേജിൽ ഇരുന്ന് ഇന്റർവ്യൂ എടുക്കുന്നതുകൊണ്ടാണ് ആദ്യം കോളേജിനെ പറ്റി ചോദിച്ചത്. എന്നാലും നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ആൻസിയുടെ ഒരു ഫാമിലി, ആൻസി പഠിച്ചിരുന്നത് വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞങ്ങൾ മൊത്തം 12 പേരുണ്ട്. തറവാട്ടില് അപ്പാപ്പൻ, അമ്മാമ്മ, പിന്നെ പേപ്പന്റെ വൈഫ്, 3 മക്കള്. അതുപോലെ തന്നെ എന്റെ വീട്ടിൽ അപ്പച്ചൻ, അമ്മ, അനിയൻ, അനിയത്തി, ഞങ്ങൾ. അങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലി. വലിയൊരു ജോയിന്റ് ഫാമിലിയുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. അതെ. എവിടെയാണ് പഠിച്ചതൊക്കെ? ഞാൻ ചെറുപ്പം മുതലേ ഒരു 7ാം ക്ലാസ് വരെ KIUP, നാട്ടിലെ KIUP സ്കൂളിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ 8 മുതൽ 10 വരെ ഗവൺമെന്റ് ഫിഷറി ഹയർ സെക്കൻഡറി സ്കൂള്. പിന്നെ അതിന്റെ +1 +2 തന്നെ അതിന്റെ തന്നെ സ്കൂളിൽ തന്നെ പഠിച്ചു. പിന്നെ കോളേജ് ഇവിടെ വന്നതാണ്. ഇവിടെ BA ഹിസ്റ്ററി 3rd ഇയർ സ്റ്റുഡന്റ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2022 ഏഷ്യൻ ഗെയിംസിലെ ലോങ് ജമ്പ് സിൽവർ മെഡലിസ്റ്റ് ആണ് എന്റെ കൂടെ ഇരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഇതൊരു ഫാൻ ഗേൾ മൊമെന്റ് കൂടിയാണ്. ഞാൻ അത്ലറ്റിക്സ് അത്രയും ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ആൻസിയുടെ തുടക്കം എവിടെയാണ് ഈ ഒരു അത്ലറ്റിക്സിലേക്ക് വരുന്നതും അത് ലോങ് ജമ്പിലേക്കുള്ള ഒരു തുടക്കം? ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇപ്പൊ ആൻസിയുടെ ഒരു ഭാഷ ചോദിക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയായിരുന്നു? സ്റ്റാർട്ടിംഗ് എന്ന് പറയുകയാണെങ്കിൽ എന്നെ കുറിച്ച് ചെറുപ്പത്തില് എന്റെ പേരൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വെച്ചാൽ എന്റെ അമ്മ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരിക്കലും ഇവിടെ അടങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയല്ല എന്ന് പറയാം. എപ്പോഴും ഇങ്ങനെ ഓടിച്ചാടി നടക്കും. എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. സ്പോർട്സ്, ഡാൻസ്, അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ച് 5ാം ക്ലാസ് 6ിലൊക്കെ ആയപ്പോഴാണ് സ്പോർട്സിലേക്ക് തിരിയാൻ തുടങ്ങിയത്. അവിടുന്ന് വന്നു. ആദ്യം സ്കൂളിൽ PT സാറായിട്ട് ബോബി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്റെ കൂട്ടുകാരുടെ അങ്കിളാണ്. ആളിനെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു KIUP. പിന്നെ അവിടെ നിന്ന് ഉപജില്ലയ്ക്ക് ശേഷം പിന്നെ കണ്ണൻ എന്ന് പറഞ്ഞ കോച്ചിന്റെ കീഴിലെത്തി. അവിടെ നിന്നാണ് ഇങ്ങനെ ഒട്ടനവധി. ആദ്യം ഞാൻ ഈ മിഡിൽ ആൻഡ് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ അവിടെ ചെന്ന് ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എന്നെ മനസ്സിലായി സാറിന് ഞാനൊരു സ്പ്രിന്റർ ആ ഒരു ബേസിലാണുള്ളത്. അപ്പോൾ സ്പ്രിന്റും ലോങ് ജമ്പും കൂടി കൊണ്ടുവരും. ജസ്റ്റ് വെറുതെ ഒന്ന് തുടങ്ങിയതാണ് ട്രൈ ചെയ്തിട്ട്. ഫസ്റ്റ് കോമ്പറ്റീഷൻ കുറച്ചൊക്കെ ഒരു ഫ്ലോപ്പായി. പക്ഷെ സാറിനൊരു ഹോപ്പ് ഉണ്ടായിരുന്നു അത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അതങ്ങനെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ 2 ഇവന്റും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകായിരുന്നു. സ്പ്രിന്റ്, ലോങ് ജമ്പ്. 2012 ഏകദേശം
നമ്മൾ അവിടെ നിന്ന് തുടങ്ങി. പിന്നെ കുറച്ചങ്ങോട്ട് നീങ്ങിയതിന് ശേഷം ഒരു 16-17 ആ ഒരു ഏജിലാണ് എൻ്റെ ശരിക്കും ലോങ് ജമ്പും സ്പ്രിന്റും എന്നുള്ളൊരു ഫിക്സ് ആയി മാറി. അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ പിടിച്ചു പോയി നിരവധി നേട്ടങ്ങൾ നേടാൻ പറ്റി, നല്ല നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. അതിനുശേഷം നമ്മൾ നാഷണൽ ക്യാമ്പിലേക്ക് പോയി. അപ്പോൾ അതിന്റെ ബിറ്റ്വീനിൽ സാറിൻ്റെ കൂടെ ഒരു സപ്പോർട്ടീവായിട്ട് അനന്തു എന്ന് പറഞ്ഞൊരു അസിസ്റ്റന്റ് സാറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു കൂടെ. അതിനുശേഷം പിന്നെ നമ്മൾ ഈ അച്ചീവ്മെന്റ്സ് എടുത്തപ്പോൾ സാറ് നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നല്ലൊരു പെർഫോമൻസ് ചെയ്തതിന് ശേഷം ക്യാമ്പിലേക്ക് പോയി. അവിടെ ചെന്നു. ഇപ്പോൾ ടിൻഡുലുക്കിയുടെ ഹസ്ബൻഡാണ് എൻ്റെ ട്രെയിനർ അനന്ത് ജോസഫ്. ആളുടെ കൂടെ ചെയ്തതിനു ശേഷം പിന്നെ ഇന്റർനാഷണൽ മെഡലിസ്റ്റ് ആയി. അച്ചീവ്മെന്റ്സ് ആ ഒരു ഡ്രീമിലേക്ക് എത്താൻ പറ്റി. ഡ്രീമിലേക്ക് എത്താൻ പറ്റി എന്ന് പറയുന്നത് നമ്മള് ഡ്രീം അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ഡ്രീം അപ്പുറത്ത് നിൽക്കുന്നില്ല. അതെ അതെ തീർച്ചയായിട്ടും. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് ഈ വഴിയെ പറയാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് പറഞ്ഞു. ഇപ്പം എനിക്ക് ഞാൻ നോട്ട് ചെയ്ത പോയിന്റാണ് അതിൽ നമ്മുടെ ഹോപ്പ് ഉണ്ടായിരുന്നു സാറിന്. ആ ഹോപ്പൊക്കെ നമ്മളിപ്പോ ശരിക്കും ജീവിച്ച് കാണിച്ചു കൊടുത്തിരിക്കുന്നത് വെറും പ്രതീക്ഷകൾ മാത്രമല്ല, ഞാനിതാ മെഡലും കൊണ്ട് ഇവിടെ നിൽക്കുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ്സിൽ തുടങ്ങിയെന്ന് പറഞ്ഞു. 6ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 11ാമത്തെ വയസ്സ് അന്ന് തുടങ്ങിയതാണ് നമ്മുടെ ഈ ഒരു ഓട്ടവും ചാട്ടവും എല്ലാം, ആ ആഗ്രഹങ്ങളും മെഡലിന് വേണ്ടിയുള്ള ഒരു കുതിപ്പൊക്കെ. ഈ ഒരു ജേർണി ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒത്തിരി അനവധി ഹാർഡ് ടൈംസിലൂടെ കടന്നു കൊണ്ടുവന്നിട്ടുണ്ടാവും. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ശരിക്കും ഞാൻ ഏകദേശം ഒരു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഓടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പനിങ്ങനെ ടി വി വെക്കുന്ന സമയത്ത് അവിടെ ഹുസൈൻ ബോൾട്ട് ഓടുന്ന ഒരു ഓട്ടം കാണിച്ചു. അപ്പൊ നമുക്ക് ഇതുപോലെ ആവേണ്ടതെന്ന് ചോദിക്കാം. അപ്പൊ ഒരു ആഗ്രഹം തോന്നിയില്ല. അപ്പൊ അങ്ങനെ ആളോടുന്ന ആ ഒരു ട്രാക്ക്, അങ്ങനെയുള്ള ഒരു വേദി ഉണ്ടെന്ന് കൂടെ എനിക്കറിയില്ല. ഞാൻ നമ്മുടെ ഈ മണ്ണില് വലപ്പാടികളിൽ ഓടി കളിച്ചത് അതായിരുന്നു എനിക്ക് വലിയൊരു കോമ്പറ്റീഷൻ. അപ്പൊ അവിടെ നിന്ന് ജയിച്ച് ഇങ്ങനെ ഓരോ ഇതിങ്ങനെ കയറി സ്റ്റേറ്റ് ലെവലിൽ എത്തിയപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ അറിയണം. അപ്പൊ അതന്നെ ഒരു ഇതായിരുന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് പോയി ആ ഒരു ഏജ് കടക്കുന്നതോറും എനിക്ക് മനസ്സിലായി ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് പോലെ തലേദിവസം പഠിച്ച ക്ലാസ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം കൊടുക്കുന്നതിനനുസരിച്ച് അത്ലറ്റിക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ എത്രത്തോളം ഇതിനെ മറ്റെന്തിനേക്കാളും കൂടുതൽ സ്നേഹിക്കണം അതുപോലെ തിരിച്ചരക്കി തരും. പക്ഷെ സമയം എടുക്കും. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫാക്ടറാണ് ഇതിൻ്റെ അകത്തുള്ളത്. കുട്ടികൾക്കും പറ്റാത്തൊരു സംഭവമാണ്. പെട്ടെന്ന് ഒരു ദിവസം പെയിൻ വരുമ്പോൾ നിർത്തി പോവുക, അങ്ങനെ ഒരു ഇത്. പക്ഷെ ഇതിൽ മനസ്സിലാക്കിയെടുത്തോളം കാലം എത്രത്തോളം നമ്മൾ സാക്രിഫൈസ് ചെയ്ത് അതിനുവേണ്ടി പേഷ്യൻസിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണോ അത്രയും ബെനിഫിറ്റ് ആണ് നമുക്ക്, അത്രയും തിരിച്ചു തരും. എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, പേഷ്യൻസ് അതൊക്കെ നമ്മുടെ ആ സാക്രിഫൈസ്. ചില മോശം ദിവസങ്ങളൊക്കെ ഉണ്ടാവും, അത് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ്. മോശം ദിവസം വരുമ്പോഴാണ് നമുക്ക് അടുത്ത ഒരു ഇതുണ്ടാവും. ഈ തോൽവിയാണ് വിജയത്തിന്റെ ഇതെന്ന് പറയണവര്. ശരിക്കും ത്രൂ നോക്കുകയാണെങ്കിൽ ഒരു ഹാർഡസ്റ്റ് ജേണി തന്നെയായിരുന്നു അവിടെ എത്തിപ്പെടാൻ. കുറെ വേദനകൾ, അടിച്ചമർത്തലുകൾ, താഴ്ത്തല്, ചവിട്ടിക്കുത്ത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഒന്ന് കഴിയുമ്പോൾ ഒന്നൊന്ന് വരും. പക്ഷെ എല്ലാവരും നമ്മളിങ്ങനെ പിടിച്ച് കയറി അവിടെയാണ് ഒരു മെന്റലി നമ്മള് വേണോ, നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ തളരാതെ പിടിച്ച് അത് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകും. അപ്പോ ആ ഒരു ഇത് എത്തും. അത് നമ്മൾ അവിടെ നിന്ന് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് വിധിച്ചതാണെങ്കിൽ പോലും ചിലപ്പോൾ കിട്ടിയിരിക്കും. നമ്മളവിടെ പിടിച്ചു കയറണോട്ടായിരിക്കും നമ്മൾ പിടിക്കും. അങ്ങനെ പിടിച്ചു കയറിയ ഒരാളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ആൻറ്റി ഒരു കാര്യം കേട്ടെ, ഇപ്പം വലപ്പാട് നമ്മൾ ഗ്രൗണ്ടിലൊക്കെ ഓടി കളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ചില ആൾക്കാർ ഇങ്ങനെ വിചാരിക്കും ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, അത് കാശ് നോക്കിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സിന്തറ്റിക് ട്രാക്കിൽ എന്നും ഓടി പ്രാക്ടീസ് ചെയ്യണം, ഷൂ ഇല്ല, സ്പൈക്സ് ഇല്ല, ഇതൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് എക്സ്ക്യൂസുകൾ പറയാൻ നമുക്ക് ഇഷ്ടം പോലെ എക്സ്ക്യൂസുകളാണ്. ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കുട്ടി എന്ന നിലയിൽ ഇവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഞാനും ഇപ്പൊ നമ്മള് ആദ്യമായിട്ട് ട്രെയിനിങ്ങിന് തുടങ്ങിയ സമയത്ത് നമുക്ക് ഷൂ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് വെറും കാലിൽ ഓടിക്കൊണ്ടേ, നമുക്ക് അതായിരുന്നു ഏറ്റവും കംഫർട്ട്. നമുക്ക് ഷൂ ഒക്കെ ഇടുമ്പോൾ എന്തോ ഒരു ഭാരം കാലമ കെട്ടിഞ്ഞാത്തിയ പോലെയായിരുന്നു. നമ്മള് ഇതിനെ കുറിച്ച് ഷൂന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, സ്പൈക്ക് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. നമുക്ക് കോച്ചാണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഇത് മേടിക്കണം അത് മേടിക്കണം. പക്ഷെ അതിനൊക്കെ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ എല്ലാതും നോക്കിയിരുന്ന അപ്പനായിരുന്നു. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒരിക്കലും ഒരു കുറവ് വരുത്തിയിട്ടില്ല. ഫിനാൻഷ്യൽ കാര്യങ്ങളല്ല, എങ്ങനെയാണെങ്കിലും ആ കാര്യം കുറവില്ലാണ്ട് നടത്തുമായിരുന്നു. പക്ഷെ അതൊരു ആ ഒരു ആഗ്രഹം വീട്ടുകാർക്ക് ഇന്ന ലെവലിൽ എത്തണം എന്നുള്ള. അപ്പൊ നമ്മൾ മാക്സിമം കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു സന്തോഷം, അവർ ആഗ്രഹിച്ച ലെവലിലേക്ക് നമ്മൾ എത്താൻ പറ്റുന്നുണ്ട്. അപ്പോ നമുക്കൊരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എത്തും. അതങ്ങനെയാണ് നമ്മൾ നിൽക്കും. അങ്ങനെ ഉള്ളിലൊരു വലിയ ഡിറ്റർമിനേഷൻ, ഒരു ഡ്രീം ഉണ്ടായാൽ മതി. മറ്റ് ബാക്കി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ സൈഡായിട്ട് കറക്റ്റ് തമ്പുരാൻ കർത്താവ് ഉണ്ടെങ്കിൽ ആള് തന്നെ ഒരു വഴി കണ്ടുപിടിക്കും നമുക്ക് വേണ്ടിട്ട്. അതങ്ങനെയാണ്. നമ്മളെ തള്ളി പറഞ്ഞവര് വരെ നമ്മളെ മുന്നിൽ വന്ന് നിൽക്കും. അതങ്ങനെയാണ്. ഞാനിതില് ഏറ്റവും കൂടുതൽ ഫാൻസിയുടെ ഫോട്ടോസ് ഒക്കെ ഞാൻ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പറിൽ വരുന്ന റിപ്പോർട്ട് ഇപ്പൊ കൂടി നോക്കുകയാണെങ്കിൽ എപ്പോഴും കഴുത്തിലൊരു കൊന്തയുണ്ടാവും. അതായത് ആക്ച്വലി ഞാൻ ഓടുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് അനാവശ്യമായിട്ടുള്ള നമ്മുടെ ബോഡിയിലുള്ള ഭാരം മാറ്റണം. ലൈക്ക് നമുക്ക് ഇപ്പൊ നമ്മൾ ഇടുന്ന ഡ്രസ്സിൽ നമ്മൾ ആ കംഫർട്ട് നോക്കും. അപ്പൊ ഈ കഴുത്തിൽ ഇത്രയും ഭയങ്കര കുടുക്കിയിട്ടാണ് കൊന്തിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഓടുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ലേ?
അങ്ങനെ അത് ഈ വലിയത് ഇടുമ്പോ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കൊന്തയൊക്കെ ഇടുമ്പോ നമ്മൾ പൊട്ടിപ്പോവാൻ അല്ലെങ്കിൽ ഊരി തെറിച്ച് അങ്ങനെ പോകാൻ ചാൻസ്. ചെറുതാകുമ്പോ അവിടെ നമ്മളാ ഒരു ഇതിനിങ്ങനെ കിടന്നു. ഇതാകുമ്പോ നമുക്കിങ്ങനെ തൊട്ടുതറ കഴിക്കാനായാലും നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ സ്യൂട്ടായിട്ട് കിടക്കും. അപ്പൊ ഇതൊരു പ്രശ്നമില്ലാത്തൊരു ഇതാണ് എനിക്ക്. അതെ, ഇതില്ലാണ്ട് ഞാൻ പോകില്ല. അതെ, ഇത് എല്ലായിടത്തും ഇത് ഇടും. നമ്മളെ കൊണ്ട് നമ്മുടെ കോച്ചിനെയാണ് ആദ്യം പറഞ്ഞിരിപ്പിച്ചത്. ഞാൻ ഇട്ടിരുന്നില്ല, കാരണം വലിയൊരു കൊന്തയ കാരണം നമുക്ക് ഓടുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വലുതല്ലേ, കൈതട്ടി പൊട്ടാനും ഒക്കെ ചാൻസ് ഉണ്ടാവും. ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കൊന്തന്നെ കൊണ്ടുതരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ 2-3 പേരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ വിചാരിച്ചു ചെറിയൊരു കൊന്ത ഉപയോഗിക്കാന്ന് വെച്ചിട്ടാണ് ചെറിയ കൊന്ത സ്റ്റാർട്ട് ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു മാലയാക്കാന്ന് വിചാരിച്ചു. പിന്നെ അത് ശീലമായി അങ്ങനെ എപ്പോഴും ഓൾവേസ്. അപ്പോൾ ഒരു നല്ല അതാണ് മറ്റുള്ളവരെ കണ്ടു തട്ടാണ്ടിരിക്കാനായാലും എല്ലാത്തിനും പറഞ്ഞിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ അത് എപ്പോഴും ഓൾവേസ് കളിക്കലുണ്ടാവും. നമ്മള് ആ ഒരു ചാട്ടം ചാടുമ്പോ അത് സിൽവർ ആയാലും ഗോൾഡ് ആയാലും കർത്താവ് കൂടെ ഉണ്ട്. അത് നോക്കണ്ട, നമ്മള് മുന്നോട്ട് പോയാൽ മതി. അത്രേ ഉള്ളൂ. അപ്പൊ എവിടെയായാലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം ആള് നോക്കിക്കോളും. അപ്പൊ ഞാൻ ഒരു സംഭവം ഇപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഞാനിങ്ങനെ അച്ഛൻ പറഞ്ഞ കേട്ടതാണ്. ലൈക്ക് ആൻസി പള്ളി കയറില്ല, പക്ഷെ അവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട്, ഒരു മാതാവിന്റെ ഗ്രോട്ടോ ഉണ്ട്. അവിടെ നിന്ന് എന്തൊക്കെയോ ഓർക്കാൻ പറയുന്നത് കേൾക്കാം. അവൾ അവിടെയാണ് അവളുടെ ഫേസ് സ്ഥലം എന്നൊക്കെ. അപ്പൊ അതെന്താ ഒരു സംഭവം? അത് കിടന്നെങ്കിൽ ഭയങ്കര കൗതുകം തോന്നി. അത് ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പണ്ട് ട്രെയിനിങ് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് 5 മണി മുതൽ 7:30 വരെ ട്രെയിനിങ്. അപ്പോൾ വൈകിട്ടാണെങ്കിൽ ഒരു 3 മണി, സ്കൂളിലുള്ള സമയത്ത് 4 മണി തൊട്ട് 7 മണി വരെ അങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ്. അപ്പൊ നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് പണ്ട് ഞങ്ങൾ ഇതുപോലെ വരുമ്പോൾ അപ്പൻ എന്തെങ്കിലും ആവശ്യത്തിന് പള്ളിയിൽ നിർത്തണം. അപ്പോൾ നമ്മൾ പഠിപ്പിച്ച സിസ്റ്റർ ഉണ്ട് ആദ്യം മനസ്സിലുണ്ട്. അപ്പോൾ സിസ്റ്റർ ചോദിക്കും, നിങ്ങൾ ഈ പള്ളിയിൽ വരികയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കുർബാനയ്ക്ക് വരാൻ പറ്റുന്നില്ല. അന്ന് മുതൽ അങ്ങനെ ശീലം തുടങ്ങിയത്. അപ്പൊ നമ്മുടെ പള്ളിയിൽ ഒരു വികാരി അച്ഛൻ മാറി വരുന്നുണ്ട്, പ്രിൻസ് അച്ഛൻ എന്നാണ് ആ അച്ഛന്റെ പേര്. അപ്പൊ അച്ഛൻ ഞങ്ങൾ ഇത് കണ്ടിട്ട് ഇതിൽ എന്താണ് ഈ സംഭവം, ഇവരെന്തും വന്ന് പ്രാർത്ഥിച്ചിട്ട് പള്ളിയിൽ കുർബാനയ്ക്ക് വരുന്നില്ല. അപ്പോഴാണ് ആ സമയത്ത് എന്റെ അപ്പന്റെ അനിയനായിരുന്നു പള്ളിയിൽ അവിടെ കപ്പിയരായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ. അപ്പൊ അച്ഛന് മനസ്സിലായി ഇത് ഇന്ന കുട്ടിയാണ്. അപ്പൊ അതിനുശേഷം അതൊരു ഇതായിരുന്നു. അപ്പൊ അച്ഛനെ എപ്പോഴും പറയും മാതാവിന്റെ ഹോട്ടലിൽ നിന്ന് എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് പോയി എല്ലാ ദിവസവും ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പത്തിന് പള്ളിയിൽ കുർബാന ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോ അതെപ്പോഴും അച്ഛൻ്റെ അടുത്ത് പറയാം, അതൊരു പ്രത്യേക അനുഗ്രഹം മാതാവിന്റെ ആ ഒരു കാര്യത്തില്. പിന്നെ താൻ പാതി ദൈവം പാതി എന്നാണ്. പിന്നെ ദൈവത്തിന് എല്ലായിടത്തും ഒരു പ്ലാൻ ഉണ്ടാവില്ല. ഒന്ന് തട്ടിപ്പോകുമ്പോ എന്റെ ലൈഫിൽ എനിക്ക് പറയാനുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ അവസരം കിട്ടിയിട്ടും അത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു ഞാൻ ഇന്ത്യയുടെ ജേഴ്സി അണിയണം. എനിക്ക് പറ്റിയില്ല. സ്വപ്നത്തിൽ വരെ വരാൻ തുടങ്ങി എനിക്ക് ഇന്ത്യയുടെ ജേഴ്സി വീട്ടിലേക്ക് അയച്ചു തരുന്നതും അത് ഇടുന്നതൊക്കെ ആയിട്ട് ഞാൻ ഒരു ദിവസം കോച്ചിനോട് പറയുന്നത്. അപ്പൊ അതൊരു ദിവസം നടക്കും. അപ്പൊ ഭയങ്കരമായിട്ട് ഇങ്ങനെ അപ്സെറ്റ് ആയിരുന്നു. ഞാൻ ഇഞ്ചുറീസ് ഒക്കെ ആയിട്ട് വലഞ്ഞിരിക്കും. അങ്ങനെ ഫൈനലി ക്യാമ്പിൽ എത്തിയപ്പോൾ വലിയ അവസരമായിട്ട് തുറന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവം അന്ന് മാറ്റിക്കളഞ്ഞ് ഇതിനു വേണ്ടിയായിരിക്കും. അതുപോലെയായിരുന്നു ഈ ഏഷ്യൻ ഗെയിംസും. അതിന് ആ ഒരു ഫസ്റ്റ് ചാൻസ് പോയ സമയത്തായിരുന്നു ഏഷ്യൻ ഗെയിംസ് വെച്ചത്. പക്ഷെ അന്ന് അത് മാറ്റി വെച്ചപ്പോ സങ്കടമായിരുന്നു. പക്ഷെ ഇന്ന് ആലോചിക്കായിരുന്നു അത് മാറ്റിയത് നന്നായി. അതെ, അപ്പൊ അത് ആളുടെ ഒരു പ്ലാൻ തന്നെയാണ് അവിടെ അങ്ങനെ നടത്തിയത്. അതും ആ ഒരു സമയത്ത് മെന്റലി എന്നെ ആ ഒരു ടൈമിൽ അത്രയും ഇതാക്കി വന്നേ. എനിക്ക് തോന്നുന്നത് മറ്റേ മറിയം വഴി യേശുവിലേക്ക് പോലെ കണക്ഷൻ ഇതേപോലെ ഒരു കോട്ട നമ്മുടെ പള്ളിയിലുണ്ട്. എപ്പോഴും അത് നമുക്ക് ഇപ്പൊ നമ്മള് അപ്പച്ചോടുള്ള കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അമ്മ വഴി ഒരു സൂപ്പർ പള്ളിയിൽ പോകുന്ന പോലെ തന്നെ ഒരു സംഭവം.